വിശ്വാസത്തിനും വികസനത്തിനും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ കോർപ്പറേഷനിൽ 4 ജാഥകൾ സംഘടിപ്പിക്കുകയാണ്. 4 ജാഥകളും കോർപ്പറേഷനിലേക്കാണ് പോകുന്നത്. കാരണം വികസനം വേണ്ടത് ഈ കോർപ്പറേഷനിലെ നിവാസികൾക്ക് അനിവാര്യമാണ്. വണ്ടിയായിട്ട് റോഡിലിറങ്ങാൻ വയ്യ. റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണ്. റോഡിൽ ഭയങ്കര തിരക്കാണ്. തൃശൂരിന്റെ ഈ കോർപ്പറേഷന്റെ ഏതു ഭാഗത്ത് പോയാലും എല്ലായിടത്തും കുടിവെള്ളത്തിന് ക്ഷാമമാണ്. മാർക്കറ്റിലേക്ക് കടക്കാൻ വയ്യ. നാറ്റം സഹിക്കാൻ വയ്യ. ചീഞ്ഞ് ഞാറുന്നു. എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട തൃശൂരിലെ MP സുരേഷ് ഗോപി അദ്ദേഹം ഈ തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ട എല്ലാ സമഗ്ര പദ്ധതികൾക്കും പണം കൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയിട്ട് സർവാത്മന തുറന്ന സമീപനവുമായി ഈ കേരള സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനും ഏതിനും കേരളത്തിന്റെ സർക്കാരിനെ കുറ്റം പറയുക. കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കും, അത് വകമാറ്റി ചെലവാക്കുക. ഇത് തന്നെയാണ് തൃശൂർ കോർപ്പറേഷനിലും. സുരേഷ് ഗോപി ഒന്നും ചെയ്യാൻ പാടില്ല. സുരേഷ് ഗോപിയുടെ പണം മേടിക്കാം, പക്ഷെ സുരേഷ് ഗോപിയെ കണ്ടുകൂടാ, സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞുകൂടാ, സുരേഷ് ഗോപിയുടെ അടുത്തിരുന്നുകൂടാ, സുരേഷ് ഗോപിയുടെ ബോർഡ് വെക്കാൻ പാടില്ല, അവിടെ കയ്യോയിലേക്കും. ഈ സമീപനമാണ്. വാസ്തവത്തിൽ നമുക്ക് വികസനമാണോ വേണ്ടത്, രാഷ്ട്രീയമാണോ വേണ്ടത്? ഈ നാണംകെട്ട രാഷ്ട്രീയം തൃശൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷം വലതുപക്ഷം ഇവർ തമ്മിൽ ഐക്യമാണ്. ഈ രണ്ടെണ്ണം തമ്മിൽ ഐക്യമാണ്. അവർ കോടികൾ ഉണ്ടാക്കുകയാണ്. അപ്പോ ഈ ഐക്യത്തിന്, ഈ ഇടതുപക്ഷ വലതുപക്ഷ ഐക്യത്തിന്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ കോർപ്പറേഷനിൽ. തൃശൂർ കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വന്നാൽ ഇവിടുത്തെ വ്യാപാരികൾക്ക്, ഇവിടുത്തെ വ്യവസായികൾക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും BJP ചെയ്യും. ഞാൻ തുറന്നൊരു കാര്യം ചോദിക്കുക. ഈ തൃശൂർ പട്ടണത്തിൽ ഒരു പൊതു കക്കൂസുണ്ടോ? ഒരു പൊതു മൂത്രപ്പുരയുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നതല്ലേ? അവിടെ സ്ത്രീകൾ വന്നാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ശുചിത്വത്തോടു കൂടിയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടോ? ചീഞ്ഞ് നാറുന്ന മാർക്കറ്റിൽ പോയി എങ്ങനെ മീൻ മേടിക്കും? മാർക്കറ്റിന്റെ വികസനത്തിന് 1 കോടി രൂപ കൊടുത്താണ് സുരേഷ് ഗോപി. പോയ വഴി അറിയില്ല പൈസ. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ 4 ജാഥകൾ തൃശൂർ കോർപ്പറേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നാളെ 17-ാം തീയതി പുറപ്പെടുന്നത്. അതിലെ വടക്കുഭാഗത്തുള്ള യാത്ര, വില്ലടം ഭാഗത്തുള്ള യാത്ര നയിക്കുന്നത് ഞാനാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഒരാൾക്ക് പോലും ഇന്നുവരെ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടേതോ സ്വജനപക്ഷപാതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈയക്തികമായ നേട്ടത്തിന്റെയോ പേരിൽ ഒരു കാര്യം ഒരാൾക്ക് പോലും ഇന്നുവരെ എനിക്കെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ജാഥയിൽ ഈ നാട്ടിലെ സ്വതന്ത്രരായിട്ടുള്ള, ഈ നാട്ടിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഔസേപ്പച്ചൻ, മ്യൂസീഷ്യനാണ്, കേരളം അറിയപ്പെടുന്ന ഔസേപ്പച്ചൻ, അതുപോലെ തന്നെ കേരളത്തിലെ മീഡിയ രംഗത്ത് സുപരിചിതനായിട്ടുള്ള, കേരളത്തിലെ നിരൂപണങ്ങളിൽ സുപരിചിതനായിട്ടുള്ള, മുൻ DYFIയുടെ സജീവ സാന്നിധ്യവും യൂത്ത് നേതാവുമായിരുന്ന, JNUവിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ SFIയുടെ കരുത്തുറ്റ നേതാവായിരുന്ന ഫക്രുദ്ദീൻ എന്റെ ജാഥയിൽ പങ്കെടുക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ. ശ്രീ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന, NDA ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ജാഥ എന്റെ കൂടെ അണിനിരക്കാൻ നിങ്ങളുണ്ടാവണം. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ വികസനത്തിനു വേണ്ടി ഒരു പാദം നരേന്ദ്രമോദിയോടൊപ്പം വെക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.